എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിത് ഞാനൊരു നോൺ വെജ് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. കക്ക ഇറച്ചി എങ്ങനെ നമുക്ക് പറ്റിച്ചെലുത്താമെന്ന്. അപ്പം അത് കണ്ടു കളയാം. നിങ്ങൾക്ക് അതിൻ്റെ വിശേഷമൊക്കെ അറിയണ്ടേ? ഉണ്ടാക്കി നോക്കണ്ടേ? കാൽസ്യപ്രധാനമായ ഒരു നോൺ വെജാണ് കക്ക ഇറച്ചി. ഇന്നൊരൽപ്പം കക്ക ഇറച്ചി കിട്ടി. അപ്പോൾ അത് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പെട്ടകില്ല, ഇതിൽ അല്പം വലുതാണ്, അതുകൊണ്ടാണ് വാങ്ങിയത് തന്നെ. പിന്നെ ഇന്നലെ കൊണ്ടുവന്ന് ഫ്രിഡ്ജ് വെച്ചിരുന്നത്, അതുകൊണ്ട് ഇത് കിള്ളിക്കളയാൻ എളുപ്പമുണ്ട് കേട്ടോ. ഫ്രിഡ്ജിലിരുന്ന് ഈ തണുത്തായതുകൊണ്ട് ഇതിനകത്തുനിന്ന് പോരാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ ഇത് മുഴുവനും നമുക്കിങ്ങനെ ക്ലീനാക്കി എടുക്കാം. അപ്പം കക്ക ഇറച്ചി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഉപ്പും വിനാഗിരിയും ചേർത്ത വെള്ളത്തിൽ ഒരു അരമണിക്കൂർ ഇട്ട് വെച്ചു. ഇനി ഇത് നമുക്കൊരു 5-6 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് തിരുമ്മി കഴുകാം. എന്നിട്ട് ബാക്കി അങ്ങനെ കുറേ പ്രാവശ്യം കഴുകി. ഇനിയിപ്പം ഇനി കഴുകിയാൽ ഇതിൻ്റെ വെള്ളം ഇങ്ങനെ പാല് നിറത്തില്ല. അതിൻ്റെ അകത്തെ കക്ക ചുണ്ണാമ്പ് വെള്ളം ഇറങ്ങി വരും. അപ്പം നമുക്ക് ഒരുമാതിരി വൃത്തിയായെന്ന് തോന്നുന്നു. മതിയാക്കാൻ കഴുകുക. ഇനി ഇത് കഴുകി പിഴിഞ്ഞെടുത്ത് അടുപ്പത്ത് വയ്ക്കാം. നമ്മുടെ കക്ക ഇറച്ചി നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ വേണ്ടതൊക്കെ ചേർത്ത് അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ ഞാനൊരൽപ്പം മഞ്ഞൾ പൊടി ഇട്ടു, ഒരു പേരിനൊരൽപ്പം മല്ലിപ്പൊടി ഇട്ടു. ഇനി അല്പം മുളക് പൊടി, കുരുമുളകാണല്ലോ കൂടുതലായിട്ട് ചേർക്കുന്നത്. അപ്പോൾ ഒരല്പം മുളക് പൊടി പേരിന് ചേർത്തിട്ടുണ്ട്. ഇനി പൊടിക്കുക വെളുത്തുള്ളിയും ഒപ്പം ഇഞ്ചിയും ചേർക്കുന്നുണ്ട്. ഇനി കുറച്ച് സബോള, കുറച്ച് തേങ്ങാക്കൊത്ത്, ഇത്രയും ഇട്ട് വേവിച്ചിട്ട് കുരുമുളകിട്ട് വറുത്തിയെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇതൊന്ന് ഇളക്കി തീയും കത്തിക്കാം. അപ്പോൾ ഇത് ഉപ്പും കൂടെ ചേർക്കുകയാണ്. ഇവിടെ ഇരുന്ന് വെന്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് കുരുമുളകും അല്പം ഇഞ്ചിയും കറിവേപ്പിലയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും ഒക്കെ ചേർത്ത് ഉലർത്തിയെടുക്കാം. അപ്പോൾ കൊച്ചുള്ളി ഒഴിച്ച് വരാൻ താമസമില്ല, അതുകൊണ്ട് ഞാനൊരൽപ്പം സവോള വേഗം ഇട്ട് അടുപ്പത്ത് വെച്ചത്. ഇനി ഉലർത്താനാകുമ്പോഴത്തേനും നമുക്ക് കൊച്ചുള്ളി പൊളിച്ച് അതിട്ട് ഉലർത്താം. നമ്മുടെ കറി എന്തായാലും നോക്കാം. കറിക്കൊക്കെ വെളുത്തിരുന്നതിനൊക്കെ ഒരു മഞ്ഞ നിറമൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ സ്വന്തം മഞ്ഞളായതുകൊണ്ട് തിളച്ച് വെന്ത് വന്നാലേ ആ മഞ്ഞളിന് നിറം പിടിക്കുള്ളൂ. അപ്പം നമുക്ക് കുറച്ചൊക്കെ വെള്ളം പറ്റി കുറച്ച് വെന്ത് കാണും. ഇച്ചിരി കറിവേപ്പില ഇട്ട് മൂടി വെക്കാം. എന്നിട്ട് പുലർത്താനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം. തീ കുറച്ച് വെച്ചു. നമുക്ക് കക്ക ഒന്ന് ഉലർത്തിയെടുക്കാം. അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിക്കാം. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ ഒഴിച്ചു, കടുകിട്ട് പൊട്ടിയപ്പം വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ടു. അത് കഴിഞ്ഞ് ഉള്ളി അരിഞ്ഞത് വിട്ടു. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇച്ചിരി കുരുമുളകാണ് ഇടേണ്ടത്. കറിവേപ്പില പയ്യൊന്ന് മൂക്കട്ടെ. ഇനി നമുക്ക് എണ്ണയ്ക്കകത്തോട്ട്
ഇച്ചിരി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടിയും നല്ല രീതിയിൽ ഇട്ടിട്ടുണ്ട്, കാരണം കക്കയല്ലേ. ഇനി നമുക്ക് കക്ക വേവിച്ച് വെച്ചിരിക്കുന്ന കക്ക ഇറച്ചി ഇട്ട് കൊടുക്കാം. കുരുമുളകും മഞ്ഞളുമാണ് കക്ക ഇറച്ചിക്ക് പ്രധാനം. ഇതൊന്ന് വെള്ളം പറ്റിയാൽ നമുക്ക് ചൂടോടെ വേണം കൂട്ടാൻ. നല്ല ടേസ്റ്റ് വന്നിട്ടുണ്ട്. ഉപ്പുണ്ട്. പയ്യെ കുറച്ച് സമയം അവിടെ ഇരുന്ന് ഉണങ്ങട്ടെ. തീ കുറച്ചാണ് വെച്ചിരിക്കുന്നത്. തീ കുറച്ച് ഒരല്പസമയം കൂടെ അവിടെ ഇരിക്കട്ടെ. അപ്പോൾ തന്നെ നമ്മൾ കറി റെഡിയാവും. അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ കക്കയൊക്കെ ഇറച്ചി മേടിച്ച് ഉണ്ടാക്കി നോക്കണം. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് കമൻ്റ് ഇടണം. എൻ്റെ വീഡിയോയുടെ താഴെ ഇപ്പം ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.